ദാ ഇന്ന് നമുക്ക് കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുളി നമ്മുടെ നാട്ടിൽ വടക്കം പുളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വടക്കം പുളി നല്ല പാകമായ പഴുത്ത കുറച്ച് പുളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ അത്ര കണ്ട് എനിക്കറിയാത്തത് കൊണ്ട്, ഇതെങ്ങനെയാണ് റെഡിയായി കറുത്ത കളറിൽ വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പതുക്കെ അത് ഉമ്മയെ ഏൽപ്പിച്ചു. അപ്പോൾ ഉമ്മ ഇത് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടാൻ വെച്ചിട്ട് ഇതുപോലെ പിച്ചാത്തി എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള സാധനം എന്നോട് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ചെറിയ പുളിയും മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതിനകത്തുനിന്ന് ഒരു അല്ലിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് എല്ലാ പുളിയുടെയും ഉള്ളിലുള്ള ആ അല്ലിയൊക്കെ എടുത്ത് നീക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. തീരെ ചെറിയ പീസായിട്ടല്ല കട്ട് ചെയ്യുന്നത്. ഒരു ഇടത്തരം വലുപ്പത്തിൽ ഒരു പീസ് ഒരു 2 3 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇതായി കാണുന്നത് പോലെ തീരെ ചെറുതുമല്ല എന്നാൽ ഒത്തിരി വലുതും അല്ലാത്ത രീതിയിൽ 3 4 ഒക്കെ ആയിട്ടാണ് കട്ട് ചെയ്തത്. അത് പുളിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇത്രയും വലുപ്പമായിട്ട് തോന്നിയാലും ഇത് ഉണങ്ങി വരുമ്പോൾ ഒത്തിരി ചെറുതായിരിക്കും. അതിനുശേഷം കണ്ട് ഇതുപോലൊരു ഇറുക്കിൽ ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് കുത്തി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ കുത്തി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് തൂക്കിയിട്ട് ഉണക്കാൻ പറ്റും. അതുപോലെ ഇത് പുകയറയ്ക്കകത്ത് വെച്ചിട്ടാണ് പോലും ഇത് ഉണക്കിയെടുക്കുക. പക്ഷേ ഇപ്പോൾ നമ്മളാരും അടുപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് പുകയറ കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈർക്കിൽ കോർത്തിടാം.